ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന പഴംപൊരിയും ബീഫും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അടിപൊളി ഒരു പഴംപൊരിയും ബീഫുമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചിയും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, 2-3 പീസ് വെളുത്തുള്ളിയും, പച്ചമുളക്, ഒരു 3 പച്ചമുളകും കൂടെ ചതച്ചതാണ് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ 3 സവാള എടുത്തിട്ടുണ്ട്. 3 സവാള നേരിയതായി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാളയാണ്, 3 വലിയ സവാളയാണ് എടുത്തേക്കണത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. ഈ ഓയിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. സവാള നല്ലതുപോലെ വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം ഇതിലേക്ക് തക്കാളി, ഒരു തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു തക്കാളി നമുക്ക് ജ്യൂസാക്കി ഒഴിക്കണം. അങ്ങനെ 2 തക്കാളി എടുക്കുന്നുണ്ട്. ഒരു തക്കാളി പിന്നെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി നല്ലതുപോലെ വഴറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഇതിൽ കിടന്ന് വെന്തോളും. പിന്നെ അതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഈ ഓയിലിൽ കിടന്നിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. മല്ലിപ്പൊടി, അപ്പോൾ മല്ലിപ്പൊടിയുടെ കുത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെ മൊരിഞ്ഞ് വന്നാൽ. അതിന് ശേഷം പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇത് കാശ്മീരി മുളക് പൊടി ആയത് കാരണം വലിയ എരിവ് ഉണ്ടാവില്ല. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും പച്ചമുളകൊക്കെ കൂടുതൽ ചേർക്കാം, എരിവ് കൂടുതൽ വേണമെങ്കിൽ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 1/2 ടീസ്പൂൺ കറിമസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിമസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മട്ടൻ മസാലയാണ്. മട്ടൻ മസാലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇതിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. ആ ഓയിലിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം വേണം പിന്നെ ഒരു തക്കാളിയും കൂടെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. ഒരു തക്കാളി നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, ഒരു തക്കാളി ജ്യൂസ് അടിച്ച് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ വഴണ്ട് നല്ലതുപോലെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ബീഫ് ഇടേണ്ടത്. ബീഫ് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളയാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബീഫും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എത്രയാണ് വിസിൽ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് വിസിലടിച്ച് വേവിച്ചെടുക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് ഇടണം കേട്ടോ. എന്താണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലും കൂടെ അറിയിക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കിട്ടും. അതുകൊണ്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ വരും. ഇപ്പോൾ ഞാനൊരു 5 വിസിലടിച്ചപ്പോഴേക്കും ഇറച്ചിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് ഗ്രേവി അത്രയും മതി എന്നുള്ളവർക്ക് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ മതി. ഞാൻ കുറച്ചും കൂടെ ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ട് അതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. വിസിലൊന്നും ഇടണ്ട, വെറുതെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല അടിപൊളി ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല ഇറച്ചിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ്. ഇപ്പോൾ മട്ടൻ മസാലയ്ക്ക് പകരം
പിന്നെ ഇറച്ചി മസാലയാണെങ്കിലും ഇടാം കേട്ടോ. അപ്പം ഇറച്ചി മസാല മട്ടൺ മസാല ഇല്ലെങ്കിൽ ഇറച്ചി മസാല ബീഫ് മസാല ഉണ്ടല്ലോ, അതാണെങ്കിലും ഇടാം. ഞാൻ മട്ടൺ മസാലയാണ് ഇട്ടേക്കണത്. നല്ലൊരു ഇറച്ചി കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു 4 പഴം എടുത്തിട്ടുണ്ട്. അത് പിന്നെ നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികൾ തമ്മിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയാണ് കുറച്ച് ഇട്ട് കൊടുത്തേക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് പിന്നെ മിക്സ് ചെയ്യാനായിട്ട്. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത്, വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അധികം ലൂസായി പോകരുത്. അപ്പോൾ പഴത്തിൽ ഇത് പിടിക്കൂല, മാവ് പിടിക്കൂല. അതുകൊണ്ട് അധികം ലൂസാകരുത്. എന്നിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് പിന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ആ കട്ടയൊക്കെ പോകും, നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നല്ല പഴംപൊരി നല്ലോണം നല്ല വീർത്ത് നല്ല പൊങ്ങി വരും. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അധികം ലൂസില്ലാതെ ഇതേപോലത്തെ ബാറ്ററി മതി, അധികം വെള്ളമില്ലാതെ നല്ല കട്ട തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേപോലെ മതി. ഇതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി മൂടി വെക്കണം. എന്നാൽ മാത്രമേ അതൊന്ന് നല്ലപോലെ പൊങ്ങി വരുള്ളൂ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ. പിന്നെ ഒരു ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരേ പഴം മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ തിരിച്ച് ഇട്ട് ഇതാക്കി അങ്ങനെ എല്ലാ പഴവും അതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി പിന്നെ ബീഫും പഴംപൊരിയുമാണ്. പിന്നെ കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. പിന്നെ വൈകുന്നേരം ചായക്കോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ എങ്ങനെയാണെങ്കിലും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പഴംപൊരിയും ബീഫുമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയൊന്നും ഇതേപോലെ ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ബീഫും പഴംപൊരിയാണ്. പഴംപൊരിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ലോണം മാവൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ബീഫാണെങ്കിലും നല്ലതുപോലെ വെന്ത് നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ലൊരു ബീഫുമാണ്. പിന്നെ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ബീഫും പഴംപൊരിയുമാണ്.